എ പ്രയർ ഫ്രം എ ഡിസ്കറേജ്ഡ് സെയിൻറ്റ്. ദുഃഖിക്കുന്ന ഒരു വിശുദ്ധൻ്റെ സങ്കടകരമായ പ്രാർത്ഥന. ദുഃഖിക്കുന്ന ഒരു വിശുദ്ധൻ്റെ സങ്കടകരമായ പ്രാർത്ഥന. അപ്പോൾ വേദപുസ്തകത്തിൽ സങ്കടം വരുമെന്നും സങ്കടമുള്ളപ്പം പ്രാർത്ഥിക്കാൻ പറ്റിയ അധ്യായങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. ഈ ദൈവത്തോട് ഒത്തിരി അടുത്തിരിക്കാമെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ പറയും, എടുത്ത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം എടുത്ത് വായിക്കുക, 2-ാം അധ്യായം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ന്റെ അധ്യായം എടുത്ത് വായിക്കുക. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ ആ ദൈവശബ്ദം ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതായത് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ ആ സാഹചര്യത്തിന് പറ്റിയതായിട്ടുള്ള വാക്യമേതെന്ന് അതിനകത്ത് കാണും. അപ്പം അറിയുന്ന ഒരു ദൈവം നമ്മുടെ വിചാരങ്ങളെ പോലും അറിയുന്നു. വിചാരങ്ങളൊക്കെ നമ്മുടെ ഈ ചിന്തകൾ പോലും വലിയ ശബ്ദത്തിലാണ് സ്വർഗത്തിൽ ചെല്ലുന്നതെന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ചിന്ത പോലും സ്വർഗത്തിലെല്ലാം അറിയുന്നുണ്ട്. അപ്പം ഇന്ന് ദൈവം പറയുന്നത് ഈ സങ്കീർത്തനം 42 ഭാഗം എടുക്കുക. 42 പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള വാക്യമാണ്. പക്ഷേ ഓരോ പ്രാവശ്യം പറയുമ്പോഴും തട്ടുകൾ മാറുകയാണ്, മുകളിലോട്ട് കയറുകയാണ്. ഈ സങ്കീർത്തനം 42 ഈ കോറ ബ്രദേഴ്സാണ് എഴുതിയിരിക്കുന്നത്, ലിവൈറ്റ്സ് എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സ്തുതിപ്പാൻ വേണ്ടി മാത്രം ദാവീദിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നവരാണ് ഇത്. അപ്പം ദാവീദിൻ്റെ സ്തുതിപ്പായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും കോറ ബ്രദേഴ്സ് ആത്മാവിൽ എഴുതിയാണ്. പലപ്പോഴും ദാവീദിൻ്റെ സങ്കീർത്തനം പരിശുദ്ധാത്മാവിലാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം കൊണ്ടാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെഴുതിയെന്നുള്ളതല്ല പ്രധാനം, എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം 42 തുടങ്ങുമ്പോഴിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഇത് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, പുറമേ ഉള്ള ഒരാവശ്യമല്ല, അകത്തൂന്ന് മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. വെള്ളം ഒരു പ്രത്യേക ഘടകമാണ്. ഭക്ഷണം കഴിക്കാതെ വേണം 40 ദിവസവും ജീവിക്കാം. പക്ഷെ വെള്ളമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. വെള്ളമില്ലെങ്കിൽ വെള്ളവും ദൈവവും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. നമ്മളത് ആത്മാവിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വെള്ളമില്ല എങ്കിൽ ആ സ്ഥലത്തിനാണ് ബാരൻ ലാൻഡ് എന്ന്, അതായത് തരിശ് ഭൂമി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു മക്കളുണ്ടാകാത്ത ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീയെക്കുറിച്ചാണ് ബാരൻ വുമൺ എന്ന് പറയും. ഗുണമില്ല, തരിശാണവർ. പക്ഷെ വെള്ളം എവിടെയുണ്ടോ അവിടെ ഫലഭൂയിഷ്ടിയുണ്ട്, വെള്ളം എവിടെയുണ്ടോ അവിടെ ജീവനുണ്ട്. അപ്പം വെള്ളവും ദൈവവുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കാമെങ്കിൽ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ല. ഭൂമിയിലുള്ള ഏറ്റവും വലിയ പ്രയോജനമുള്ള ഒരു ഘടകം വെള്ളമാണ്. വെള്ളത്തിന് ജീവനുണ്ട്, വെള്ളത്തിന് മെമ്മറിയുണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. വെള്ളത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കാമെങ്കിൽ ഹെക്സഗൺ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഹെക്സഗൺ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഈ വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഏകദേശം നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് 70 തൊട്ട് 80% വെള്ളമാണ്. അപ്പം നമ്മൾ ഈ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ഇല്ല. ഭൂമിയിലുള്ള എല്ലാ സാധനവും വെള്ളത്തിൻ്റെ സസ്റ്റൈനൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മാനിനെ കുറിച്ച്, മാൻ നീർത്തോടുകളിലേക്ക് കാക്ഷിക്കുക. എന്തിനാണ്? ചെല്ലുവാൻ കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ തീക്ഷ്ണമായ ആവശ്യത്തിൻ്റെ മുൻപിൽ വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹമാണ് മാനിനുള്ളത്. വരൾച്ച, ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ജീവവെള്ളത്തെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, എന്താണ് ഈ വരൾച്ചയുടെ അവസ്ഥ? ആത്മാവിൻ്റെ വരൾച്ച വന്നു കഴിഞ്ഞാൽ ജീവിതം വലിയ ദുരിതമാകും. എന്നാൽ പുറമേ നമുക്ക് പ്രയാസമെന്ന് തോന്നിയാലും അജീവ വെള്ളം ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ഒഴുകുന്ന ഒരു അനുഭവം വചനത്തിൽ കൂടെ വരികയാണെങ്കിൽ അതൊരു പ്രത്യേകതയാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നമ്മുടെ സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മളെപ്പോഴും ഈ തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങൾക്കൊന്നും വെള്ളമില്ല. പക്ഷേ നമുക്കുള്ള സ്ഥലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ വെള്ളം അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനെ എനിക്ക് ഇങ്ങനെ ശബ്ദം എനിക്ക് പെർസീവ് ചെയ്യുന്ന ക്യാരക്ടറല്ല. പക്ഷേ ഈ സ്ഥലത്ത് ഞാൻ നിന്നപ്പം വെള്ളം അടിയിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നേച്ച് പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ട് നടക്കുന്ന പോകുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. സോ റിഫ്രഷിംഗ് ആണ്. ആ വെള്ളം എവിടെയുണ്ടോ നമുക്ക് അവിടെ ഒരു ജീവനാണ്. ഈ മാൻ നീർത്തോടുകളിലേക്ക് വരുന്നത് അവൻ്റെ ജീവന് വേണ്ടിയാണ് കടന്നു വരുന്നത്, അല്ലാതെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയല്ല. ആ
ജീവൻ നിലനിർത്തണമെങ്കിൽ അതിന് വെള്ളം ആവശ്യമുണ്ട്. അതുതന്നെയാണ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 7:37 വിളിച്ചു പറയുന്നത്. ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം യേശു ക്രിസ്തു ആലയത്തിൻ്റെ അകത്തല്ല പുറത്തു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ നദി പുറത്തോട്ട്. അപ്പോൾ ജീവനദി പുറത്തോട്ട് വരണമെങ്കിൽ വി റിയലി നീഡ് ടു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ്. അതായത് ഒരു കാക്ഷിക്കുന്ന ഒരു ഹൃദയമാണ്. മാന് വെള്ളമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. മാൻ വരുമ്പോൾ അവിടെ ശത്രുക്കളെ, മൃഗങ്ങളെ, സിംഹങ്ങളെ, കരടികളെ, ശത്രുക്കളെല്ലാം അവിടെ പതിയിരിപ്പുണ്ട്. വെള്ളത്തിനടുക്ക് വെള്ളം കുടിക്കാൻ വരുമെന്നറിയാം. പക്ഷേ എന്നാലും അത് എത്രയോ ജീവൻ കളഞ്ഞാണെങ്കിലും വെള്ളം വരുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി തീഷ്ണമായിട്ട് കടന്നു വരുന്നുണ്ടോ? ചോദ്യമാണ്. ദൈവം ചോദിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അപ്പോൾ ജീവനുള്ള ദൈവം അപ്പം ജീവനില്ലാത്ത ദൈവങ്ങൾ ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ അന്തരാത്മാവിനെ ജീവിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവ് വെള്ളമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദിയിൽ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഭൂമിക്ക് ചുറ്റും വെള്ളമുണ്ടായിരുന്നു. 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭൂമി പാഴും ശൂന്യമല്ലായിരുന്നു സൃഷ്ടിച്ചപ്പോൾ. ഈ വെട്ടേറ്റ് നിലംപരിശായ ലൂസിഫർ വീണ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുട്ടായതാണ്. പക്ഷേ ഈ ഇരുട്ടിൻ്റെ സമയത്തും വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം. അവിടെ നിർത്താം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഇരുട്ടിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ചെൻ്റെ വീട്ടിൽ വന്നേച്ച് അതിൻ്റെ വേദനകൾ ഒത്തിരി, പറയാൻ വയ്യാത്ത ചില വേദനകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് ആദ്യമേ എല്ലാം പറയുമ്പോഴെല്ലാം ഞാനത് പറയുമ്പോൾ ഞാൻ കേട്ടേച്ച് ഞാൻ പറഞ്ഞു, നീ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറയുമ്പോൾ നിൻ്റെ മുഖത്തിൻ്റെ ഭാവം പോലും ദൈവത്തിൽ നിന്ന് വിപരീതമായിട്ട് മാറുന്നു, പിശാചെടുത്ത് ഉപയോഗിക്കുന്നു. ആ വെള്ളത്തിനകത്ത് കുളിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ആദ്യം ഒന്നവർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ അതോറിറ്റി എടുത്താണ് സംസാരിക്കുന്നത്. ദൈവ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാതെ നീ ശുദ്ധമാകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ പിന്നെ ആത്മാവിൽ വെള്ളം ഒഴിച്ച് ആ പരിശുദ്ധാത്മാവിനെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കും. അതിലുള്ള ബന്ധനം അഴിഞ്ഞു പോകുന്ന ഞാൻ കണ്ടു. വെള്ളത്തിൻ്റെ ഗുണം, ഈ വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ വെള്ളം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ എല്ലാ സെറിമോണിയൽ ഫങ്ഷനിലും എല്ലാ പ്രാർത്ഥനാ സന്ദർഭങ്ങളിലും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഓൾട്ടർ ഓഫ് സാക്രി, അതായത് സമാഗമന കൂടാരം അല്ലെങ്കിൽ പെട്ടകത്തിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുൻപേ ആദ്യം വെച്ചിരിക്കുന്നത് ഓൾട്ടർ ഓഫ് സാക്രിഫൈസ് ആണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്നതിന് മുൻപേ യാഗപീഠത്തിൻ്റെ മേൽ മൃഗങ്ങളെ വെച്ച് കത്തിച്ചിട്ട് അത് ചാരമാക്കി കഴിയുക തന്നെയല്ല, നിൻ്റെ കാലും കൈകളും വെള്ളം അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നതിൽ കഴുകിയിട്ട് മാത്രമേ ദൈവസന്നിധിയിൽ കയറാനൊക്കത്തുള്ളൂ. വെള്ളം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വെള്ളമില്ലാത്ത ഏത് ഏറിയാണ്. വെള്ളത്തിനകത്ത് അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. ഈ വെള്ളം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇന്ന് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി വെച്ച് പറയാം, കർത്താവേ, ഐ ആം ലീഡിങ് എ ഡ്രൈ ആൻഡ് ഡ്രോട്ട് ലൈഫ്. അതായത് ഞാൻ വരൾച്ചയുടെ ജീവനാണ്. എൻ്റെ മക്കൾ അതായത് ജീവവെള്ളത്തിൻ്റെ ഉറവയില്ലാതെ അവർ തന്നെത്താനെ നമ്മൾ ജെറമ്യാ പ്രവാചകൻ 1:2 പറയുന്നുണ്ട്, നിങ്ങൾ 2 പാപങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? നീ പൊട്ടക്കിണർ കുടിച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളമില്ലാത്ത കിണറാണ് നീ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അധ്വാനമാണ്. എന്നാ അധ്വാനം? സ്റ്റോപ്പ് ഇറ്റ്, നിർത്തതവിടെ, അടച്ചു പോട്ടത്. ഞാനത് പറയുകയാണ് ആത്മാവിൽ. എന്തിനാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ കഷ്ടപ്പെടുന്നത്? ആവശ്യമുള്ള കഷ്ടപ്പാട് മതി. ആവശ്യമുള്ള ജോലി ചെയ്യുമ്പം കർത്താവ് നമുക്ക് ജീവനദി ഒഴുക്കി തരും. നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹാഗാറിൻ്റെ ജീവിതത്തിൽ ഇസ്മായേലിനെയും കൊണ്ട് ഹാഗാർ ഇറങ്ങി ഒരല്പ വെള്ളം കൊടുത്ത് അബ്രഹാം വിട്ടെന്ന് എനിക്കത് മനസ്സിലാക്കാൻ പാടാണ്. അറിയാം എന്താന്നേലും വെള്ളം തീർന്നു കഴിഞ്ഞപ്പം മകൻ വെള്ളമില്ലാത്തതിനാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ കൊച്ചൻ മരിച്ചു പോകുമെന്ന് വേദനിച്ചിട്ട് അവനെ ഒരു ചെറിയ നല്ല ഷെയ്ഡിനെ അവിടെ ആക്കി വെച്ച് ഹാഗാർ മാറി നിന്ന് കരയുകയാണ്. എന്തിന്? വെള്ളത്തിന് വേണ്ടി.
കാരണം ആഗാർ കരയുന്നു, ഇസ്മയേലും കരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തോട് സംസാരിച്ചു. ഇസ്മയേലിൻ്റെ കരച്ചിൽ, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മൂലം ഇസ്മയേലിനുള്ള കരച്ചിൽ കണ്ടിട്ട് ദൈവം തമ്പുരാൻ ഹാഗാറിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അവിടെ കൂടി ഒരു ഉറവ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളം എടുത്ത് അവർ കുടിക്കുന്നു, പിന്നെ അവരുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ ഇന്നും സംസം എന്നും പറഞ്ഞ ആ വെള്ളം, ഇന്നും ആ വെള്ളം അവിടെ ഒഴുകുകയാണ്. ആ വെള്ളം അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത്. ജീവ ഉറവ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ജീവൻ്റെ ആത്മാവിൽ നമ്മൾ കടന്നു വന്നിട്ട് നീർത്തോടുകളിലേക്ക് വെള്ളത്തിനു വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ യഹോവേ, എൻ്റെ അന്തരാത്മാവ് നിൻ്റെ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുറമേ കാണിക്കുന്ന അതായത് ക്യാപ്റ്റിവിറ്റി ഓഫ് ആക്ടിവിറ്റി എന്ന് ഞാൻ പറയും. അതായത് ജോലി തന്നെ, പ്രവൃത്തിയോ അവിടെ പോണ്. ഏതെങ്കിലും ഒരാളോടൊന്ന് ചോദിച്ച് എല്ലാവരും ബിസിയാണ്. എന്തിനാ ബിസി? എന്നതാ ചെയ്യുന്നത്? എന്നതാ നേടുന്നത്? ഒന്നുമില്ല, ചുമ്മാതെ ബിസിയാന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുമ്പോൾ നമ്മളോട് പറയും, ആവശ്യമില്ലാത്തതെല്ലാം എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ജീവൻ്റെ വിശുദ്ധ വെള്ളം കുടിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് ആഹ്വാനം ചെയ്യാണ്. അതുകൊണ്ടാണ് ഇന്ന് 42 പറയുന്നത്, വിശുദ്ധൻ്റെ സങ്കട കരച്ചിലാണ്. എന്താണ്? എന്തെല്ലാം പുറമേ ഉണ്ടെങ്കിലും എൻ്റെ അന്തരാത്മാവിന് ഭക്ഷണമില്ല. ഐ എം സ്റ്റിൽ തേഴ്സ്റ്റി. അപ്പം ദൈവത്തിൻ്റെ പിന്നെ നിൻ്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുകയാണ്. കാരണം എന്നിലുള്ള പുഷ്ടിയുടെ കുറവ് കൊണ്ട് ഞാൻ എൻ്റെ അകത്ത് ഈ വെള്ളമില്ലാത്ത വരൾച്ച, മറ്റുള്ളവർ കാണരുതെന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് പൊടിപ്പിച്ചാലും അകത്ത് വരൾച്ചയുള്ളവർക്ക് പലർക്കും ഇത് മനസ്സിലാകും. വരൾച്ചയെക്കുറിച്ച് ഞാൻ വേറെ ദിവസം എടുക്കുന്നുണ്ട് ക്ലാസ്. അപ്പം ഈ വരൾച്ച നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് വ്യത്യാസം വരികയാണ്. ജീവ ഉറവയുള്ള ഒരു ഭവനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയും ജീവ ഉറവയില്ലാത്ത വ്യക്തിയും രണ്ടും രണ്ട് തരമാണ്. അവർ തമ്മിൽ യാതൊരു കമ്പാരിസണുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, come unto me all those who are weary and heavy laden, I will give you rest. അല്പസാവകാശം എടുത്ത് ദൈവവചനത്തിൽ 42 പറയുന്നുണ്ട്, എൻ്റെ ആത്മാവെ നീ എല്ലാ ആത്മാവിനോട് പലപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ആത്മാവിൻ്റെയാണ്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ അന്തരാത്മാവ് കരയുന്നത് നമ്മുടെ അകത്തെ വേദന കൊണ്ടാണ്. ഇത് 2 പ്രാവശ്യം ഇത് പറയുന്നുണ്ട് ഇതേപോലെ, എൻ്റെ അന്തരാത്മാവ് ഈ സങ്കീർത്തനത്തിനകത്ത്. അപ്പം മനുഷ്യൻ്റെ വേദനയുടെ സമയത്ത് ജീവൻ്റെ വെള്ളമാകുന്ന വചനമാകുന്ന ജലസ്നാനമെന്ന് പറയുന്നുണ്ട്. വചനമാകുന്ന ജലസ്നാനം പത്രോസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനം കൊണ്ട് നമ്മളെ കഴുകണമെങ്കിൽ വചനമെടുത്ത് വായിക്കണം. വചനം വായിക്കാൻ മടിയുള്ളവർ വചനം കേൾക്കണം. പലരും പറയുന്നു. അതല്ല എങ്കിൽ സങ്കീർത്തനങ്ങൾ തന്നെ ഒരു 42 തന്നെ എടുത്തിട്ട് ഒരു 5, 8, 7 പ്രാവശ്യം വായിക്കുക. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യും ഓരോ സമയത്തും. ദൈവത്തിന് അറിയാൻ നമുക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ദുഃഖിച്ച് വേദനിക്കുന്നതിന് പകരം കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയുക, ജീവവെള്ളത്തിലേക്ക് കാംക്ഷിച്ചുകൊണ്ട്, അതായത് ജീവൻ പോയാൽ എനിക്ക് ഈ വെള്ളം വേണം, ആരെനിക്ക് തടസ്സം, ഞാൻ വേദപുസ്തകം വായിക്കാൻ പോവാണ്, അതാണ് എൻ്റെ വെള്ളം, ആ വെള്ളം ഞാൻ കുടിക്കാതെ നീങ്ങത്തില്ല, അതെനിക്ക് എന്നും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഒരു പ്രത്യേക സ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്ക്. എന്നിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങും. നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ സമയത്ത് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ ഒരു നിബന്ധന ഉണ്ടാക്കുക. ദൈവവുമായിട്ട് നമ്മുടെ ഹൃദയം, ആത്മാവിനെ ജീവിപ്പിക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയങ്ങൾ വന്ന് ജീവിപ്പിക്കട്ടെ. തലമുറകളുടെ മേലേക്ക് ഈ വചനം, ഈ വചനം വന്ന് കൊള്ളുമ്പോൾ അനേകരുടെ തലവേദന, വലതുഭാഗത്ത് തലവേദന അഴിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു. കാരണം ആത്മാവിൻ്റെ ദാഹമാണല്ലോ കർത്താവ്. ഈ ആത്മാവിൻ്റെ വെള്ളം വരുമ്പോൾ ദാഹം മാറും. പലരുടെയും കൊടിഞ്ഞ്, അതായത് ഈ മൈഗ്രെയിൻ പറയുന്ന ഒരു ശല്യം, അതൊരു വല്ലാത്ത പെയിനാണ്. ആ തലയുടെ മുകളിലുള്ളത് അഴിഞ്ഞു പോകുന്നതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. ആത്മചൈതന്യത്തിലേക്ക് കടന്നു വരിക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു വിശുദ്ധൻ്റെ സങ്കടയാചന എന്തുവാ? വിശുദ്ധൻ ആഗ്രഹിക്കുന്ന ജീവൻ്റെ വെള്ളം കൊണ്ട് എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കണമെന്ന്.
നമ്മളെല്ലാം ആവശ്യങ്ങൾ ചോദിക്കുമ്പം നമ്മൾ പുറമേയുള്ള ആവശ്യങ്ങളാണ്. എനിക്ക് വീട് വേണം, എനിക്ക് കാറ് വേണം, അല്ലെങ്കിൽ എനിക്ക് സുഖ സൗകര്യങ്ങൾ, എൻ്റെ മക്കളെല്ലാം നന്നാകണം. ഇതിൽ കൂടുതലൊന്നും ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ ഇതിനകത്ത് ഈ സങ്കീർത്തനം 42 അന്തരാത്മാവിൻ്റെ കരച്ചിലാണ് കാണുന്നത്. അതിന് വെള്ളമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് അതിനറിയാം. നമ്മളൊക്കെയോ വെള്ളമില്ലാതെ ജീവിച്ച് പഠിച്ചു പോയി. എന്നാൽ കർത്താവ് ഇന്ന് വിളിച്ചു പറയാണ്, നിൻ്റെ ആത്മാവ് വരണ്ട ദേശത്താണ് നിൽക്കുന്നത് മകനെ, തിരിച്ചു കയറുക ജീവവെള്ളത്തിൻ്റെ അടുക്കിലേക്ക്. നിൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നീ എന്തിനാണ് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത്? നീ തന്നെത്താൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, ഞാനൊരു ഉറവ തുറക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുൻപിൽ വന്ന് നിൽക്കാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ മാറ്റുകയാണ്. യെരമ്യാ പറയുന്നത് പോലെ 2 പാപങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ്. ഒന്ന്, പൊട്ടക്കിണർ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ജീവജലത്തിനടുക്കിലേക്ക് ഇടയനാ ദൈവം തമ്പുരാനെ, നീ ആത്മാവിൽ യെശയ്യാ 40 പറയുന്നത് പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് കൊണ്ടുവരുന്ന പോലെ, കൊച്ചു ആടുകളെ തോളത്ത് കയറ്റി കൊണ്ടുവരുന്ന പോലെ, അമ്മയാടുകളെ വലതുവശത്ത് പിടിച്ചു കൊണ്ടുവരുന്നത് പോലെ ഇവരെയെല്ലാം കൊണ്ടുവന്ന് ജീവവെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെൻ്റെ ആത്മാവിൻ്റെ പ്രകാശം, വെള്ളം, വെളിച്ചം, ജീവൻ, ആത്മാവിൻ്റെ തീയ്, ഇതെല്ലാം ഒരുപോലെ അയച്ചുതരാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ. കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.